താരരാജാവ് നമ്മുടെ ലാലേട്ടൻ്റെ വലിയ രണ്ട് ചിത്രങ്ങളുണ്ട്. ഒന്ന് സ്ഫടികം, ഒന്ന് ഉദയനാണ് താരം. ഇവിടെ ആ പടത്തിൻ്റെ വിജയം കണ്ടിട്ട് തമിഴ്നാട്ടിലുള്ളവർ അതവിടെ തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. റീമേക്ക് ചെയ്ത ഈ രണ്ട് പടം 8 നിലയിൽ പൊട്ടി. ഒരു മനുഷ്യർ ആ സിനിമ കാണാൻ ചെന്നില്ല എന്നുള്ളതാണ്. ഇത് ആ തമിഴ് ലോകത്തിനെ വളരെയധികം ഞെട്ടിച്ചു. അതുപോലെ തന്നെ മലയാളികളും ഞെട്ടിച്ചു. നമ്മളൊക്കെ കണ്ട് ഇത്രയും വലിയ ഹിറ്റായിട്ടുള്ള സ്ഫടികമൊക്കെ അവിടെ ചെന്നിട്ട് ഒരു മനുഷ്യൻ കാണാനില്ല എന്ന് പറയുമ്പോൾ ഈ തമിഴിലുള്ളവർ എന്താ ചെയ്തേച്ചേ എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിസ് കാസ്റ്റിംഗ് ആണ്. സ്ഫടികം പൊട്ടാനുള്ള കാരണം മിസ് കാസ്റ്റിംഗ് ആണ്. കാരണം ഒന്ന്, തിലകൻ, മോഹൻലാലിൻ്റെ അച്ഛനായി അഭിനയിച്ച തിലകന് പകരം വയ്ക്കാനായിട്ട് മലയാളത്തിൽ ആരുമില്ല. ആ തിലകനെ തന്നെ വിളിപ്പിച്ച് തമിഴിൽ അഭിനയിപ്പിച്ചാൽ മതി അവിടുന്ന്. അപ്പോൾ ആ തിലകനെ വിളിക്കാണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിന് അത്ര പക്വതയുള്ള വേറൊരു നടനെ വയ്ക്കണം. ആ ശിവകുമാർ എന്ന് പറഞ്ഞുള്ള നടനൊക്കെ ഉണ്ട്, ആ നടനെ വെച്ചാലും മതി. പക്ഷേ ഇവിടെ വെച്ചത് ആ നടനെ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ഉണ്ടായില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു കഥാപാത്രം, ഒരു അച്ഛൻ കഥാപാത്രം സുന്ദർ സി ആണ് മോഹൻലാലിൻ്റെ റോൾ എടുത്തത്. അപ്പോൾ ആ സുന്ദർ സിക്ക് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ അത്ര അഭിനയം എത്തിയില്ല, മോഹൻലാലിൻ്റെ അത്ര ഫൈറ്റ് എത്തിയില്ല, ഡയലോഗ് എത്തിയില്ല. അതൊക്കെ കൂടിയായപ്പോൾ സ്ഫടികം അവിടെ ഒരു പരാജയ ചിത്രമായി. അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നെ എടുത്തതാണ് നമ്മുടെ ഈ ഉദയനാണ് താരം. ഉദയനാണ് താരത്തിലെ നമുക്കറിയാലോ, വീരപ്പൂ എന്നാണ് നമ്മുടെ സ്ഫടികത്തിൻ്റെ തമിഴിലിട്ട പേര്. അങ്ങനെ ഉദയനാണ് താരം എടുത്തു. ഉദയനാണ് താരം എടുത്തപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ റോൾ എടുത്തത് പൃഥ്വിരാജാണ്. അപ്പോൾ പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ റോൾ എടുത്താൽ നമുക്കറിയാലോ, ഒരു കുഞ്ഞുണ്ണാമ്പ് ആവില്ല. അതേപോലെ തന്നെ അതും അവിടെ പൊട്ടി. അവിടെയും ഇതുപോലെ തന്നെ പ്രകാശ് രാജാണ് ഓപ്പോസിഷൻ റോളായിട്ട് നിന്നത്. സ്ഫടികത്തിലും അതുപോലെ തന്നെ ഓപ്പോസിഷൻ നിന്നത്, തിലകൻ്റെ റോൾ എടുത്തത് പ്രകാശ് രാജാണ്. രണ്ട് സ്ഥലത്തും മിസ് കാസ്റ്റിംഗ് കാരണം അതിൻ്റെ ആപ്പീസ് പൊട്ടി. അതുപോലെ തന്നെ ദൃശ്യം 1 അവിടെ ഇതുപോലെ തന്നെ അവിടുത്തെ വിജയം കണ്ട് ഞെട്ടിയിട്ട് തമിഴന്മാർ അത് വീണ്ടും റീമേക്ക് ചെയ്തത്. അപ്പോൾ വലിയ നടനിന് വെച്ചത് കമലഹാസനെ പോലെ ഉലകനായകനാണ് വെച്ച് പടം എടുത്തത്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി, ഇവിടുത്തെ ദൃശ്യം 1ൻ്റെ ഒരു പകുതി പോലും എത്തിയില്ല എന്നുള്ളതാണ് ആ സിനിമ. കമലഹാസൻ്റെ പടമായിട്ട് പോലും ഒരാൾ കാണാൻ കയറിയില്ല. ആ പടം ഇവിടേക്ക് വന്നു, ഇവിടെയും കാണാൻ ആളുണ്ടായിരുന്നില്ല. അപ്പം മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ അത് വലിയൊരു പരാജയ ചിത്രമായി. അതോടുകൂടി ദൃശ്യത്തിൻ്റെ തമിഴന്മാർ വിട്ടു. ഇനി ദൃശ്യത്തിൻ്റെ 2 ഇറങ്ങിയാലും 3 ഇറങ്ങിയാലും 4 ഇറങ്ങിയാലും അവർ അതിനെ പറ്റി റീമേക്ക് ചെയ്യാൻ ചിന്തിക്കുകയില്ല. നേരിട്ട് അവിടെ തമിഴിൽ ഭാഷ മാറ്റി കളിച്ചോട്ടെ പൊക്കോട്ടെ. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നുള്ളൂ, മോഹൻലാൽ ഇവിടെ ചെയ്ത് വിജയിപ്പിച്ച കഥാപാത്രങ്ങൾ അതേപോലെ തമിഴിലോ തെലുങ്കിലോ കന്നഡത്തിലോ ഹിന്ദിയിലോ പോയാൽ അവിടെ മോഹൻലാലിനെ പോലെ അഭിനയിക്കാനായിട്ട് കഴിവുള്ള ഒരു നടനില്ല. അതാണ് യഥാർത്ഥ സത്യം. അപ്പോൾ അതുകൊണ്ട് 6 ഭാഷ ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോഹൻലാൽ ഇവിടെ ഒരു പടം വിജയിപ്പിച്ചാൽ അത് മോഹൻലാലിൻ്റെ അഭിനയം കൊണ്ട് കൂടിയിട്ടാണ് വിജയിക്കുന്നത്. അല്ലാണ്ട് ഒരു തക്കട തരികട ഒരു കഥ കൊണ്ട് മാത്രമല്ല, ആ കഥയ്ക്ക് അനുയോജ്യമായുള്ള അഭിനയിക്കാമെന്ന് തോന്നില്ല. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ മോഹൻലാലുണ്ട്. അത്രയും ആത്മാർത്ഥമായിട്ടാണ് മോഹൻലാൽ ഓരോ ക്യാരക്ടറും അതിനെ സമീപിക്കുന്നത്. അതിൻ്റെയും വ്യത്യാസമുണ്ട്. അങ്ങനെ തമിഴിലുള്ളവരൊന്നും അതൊന്നുമില്ല. സെറ്റിൽ വരും, ആ നേരത്തെ ഡയലോഗ് കിട്ടും, എന്തോ പറഞ്ഞ് എന്തോ ചെയ്ത് അവരങ്ങോട്ട് പോകണം. അവർക്കൊരു ക്രിയേറ്റിവിറ്റി ഇല്ല, അവർക്കൊരു ആത്മാർത്ഥം ഇല്ല. കാശിൽ മാത്രമേ അവർക്ക് ആത്മാർത്ഥമുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ മറ്റ് ഭാഷകളിലേക്ക് മറ്റുള്ള നടന്മാരെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോണത്. ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന മോഹൻലാലിൻ്റെ വിജയ ചിത്രങ്ങൾ ഒരെണ്ണം പോലും റീമേക്ക് ചെയ്തിട്ട് അവിടെ വിജയ ചിത്രങ്ങളായിട്ടില്ല. അതിന് കാരണം നടൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ മിസ്കാസ്റ്റിങ്ങിന് വരുന്നത് അവർക്കാർക്കും മോഹൻലാലിൻ്റെ പോലെ അഭിനയിക്കാനുള്ള കഴിവില്ല. അപ്പം നമുക്ക് മോഹൻലാൽ എന്നൊരു നടനെ കിട്ടിയത് നമ്മുടെ അഭിമാനമായിട്ട് കാണാം. പക്ഷേ ഇവിടുത്തെ കുറേ എഴുത്തുകാരുണ്ട്, കോതറ എഴുത്തുകാർ, കുറേ പ്രൊഡ്യൂസർമാരുണ്ട്, കോതറ പ്രൊഡ്യൂസർമാർ. ലാലേൻ്റെ ഡേറ്റ് കണ്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു തല്ലിക്കൂട്ടി ഒരു സിനിമ ഉണ്ടാക്കുക. അപ്പോൾ ആ തല്ലിക്കൂട്ടി, ഇപ്പോൾ ദൃശ്യം 3 പോലെയുള്ള തല്ലിക്കൂട്ടി സിനിമ ഉണ്ടാക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പിഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചാറെടുക്കാൻ കഴിയുന്നില്ല. ലാലേട്ടൻ എന്ത് ചെയ്യാം? അഭിനയിക്കുക, നടനാണല്ലോ, ഏത് കഥയിലും അഭിനയിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് വ്യക്തിബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും മുതലെടുത്ത് അദ്ദേഹം അഭിനയിക്കുന്നത്. അത് പരാജയപ്പെടുന്നു, ചിലത് വിജയിക്കുന്നത്. ഒരു ചക്കിയിട്ടപ്പോൾ മുതലിട്ട് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ചിലത് വിജയിക്കും. അപ്പോൾ അതുകൊണ്ട്
മലയാളത്തിലെ എഴുത്തുകാർ ചിന്തിക്കേണ്ടത്. ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും നമ്മുടെ മലയാളത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിനെ ചൂസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇത്രയും കാലങ്ങളായില്ലേ ലാലേട്ട അഭിനയിക്കുന്നത്. കുറേ പടങ്ങളൊക്കെ നല്ലത് കിട്ടി, കുറേയൊക്കെ ലാലേട്ടൻ്റെ കഴിവുകൊണ്ട് വിജയിച്ചു പോയി. ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കുക, ലാലേട്ടന് പറ്റിയ കഥാപാത്രങ്ങൾ എഴുതിയുണ്ടാക്കുക, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത്. സത്യനന്ദി കണ്ട പോലെ ഇത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ മോഹൻലാൽ നന്നായി അഭിനയിച്ചുകൊണ്ട് മാത്രം പടം കളിക്കില്ല, ഒരു തിയേറ്ററിലും കളിക്കില്ല, ഒരു ദിവസം ആളുണ്ടാവുള്ളൂ. പക്ഷേ നല്ല കഥാപാത്രം കിട്ടിയാൽ, നല്ല ക്യാരക്ടർ കിട്ടിയാൽ അടിപൊളിയാക്കാനായിട്ട് ലാലേട്ടന് കഴിയും. ലാലേട്ടൻ്റെ പരാജയം, ഇവിടെ വിജയിച്ച ചിത്രങ്ങളൊക്കെ മറുഭാഷയിൽ പരാജയപ്പെടാനുള്ള കാരണം ഇതാണ്. ഇത്രയേ ഉള്ളൂ.